ഇതൊരു പിടി മാത്രം മതി ഒരു ചട്ടിയിലേക്ക്. നല്ലതുപോലെ തന്നെ അത് പാകമായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മാത്രം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റോസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പലർക്കും നഴ്സറിയിൽ നിന്നുള്ള റോസ് മേടിച്ച് കഴിഞ്ഞാൽ റോസ് ഫസ്റ്റ് നമ്മളൊരു സ്റ്റെപ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിലൊക്കെ നട്ട് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ടായി പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ റോസ് പൂക്കൾ വരുന്നില്ല എന്നുള്ളതും അതുപോലെ പുതിയ തളിർപ്പുകളൊന്നും വരാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ചട്ടികളൊന്നും മാറ്റി നടേണ്ട അത്യാവശ്യമാണ്. ഒരു റോസ് നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ ഇതുപോലെ പോട്ടിംഗ് മിക്സ്ചർ നിറച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ റോസ് ഉണ്ടാവുകയും ചെയ്യും. പുതിയ പുതിയ തളിർപ്പുകൾ പൊട്ടി ഒരുപാട് റോസ് വലുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ റോസിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനും നല്ല തളിർപ്പുകൾ ഉണ്ടാവാനായിട്ട് പോട്ടിംഗ് മിക്സ്ചറിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട സ്പെഷ്യൽ സാധനം എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കേണ്ടത്. സമയങ്ങളായ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് റോസ് വളർത്തി നിർത്തിപ്പോയവർക്കൊക്കെ ഈ ഇതുപോലെയുള്ള പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ പൂക്കളുണ്ടാവും. പിന്നെ ഇതിനു മുന്നുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തീരെ പൂക്കളില്ലാണ്ട് നിൽക്കുന്ന ഒരു റോസായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാനിതിനെ മാറ്റി നട്ടതിന് ശേഷമാണ് നല്ലതുപോലെ കൊല കുത്തി തന്നെ ഇതിന് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിലിപ്പോൾ 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കൊല ഉണ്ടായി അത് അവസാനിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും പുതിയൊരു തളിർപ്പ് വന്നിട്ട് അതിൽ നല്ലതുപോലെ തന്നെ പൂക്കളുണ്ടായി. അപ്പോൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ ചട്ടി ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളങ്ങളാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോസിൽ നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടായി വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള വളങ്ങളാണ് നമുക്ക് റോസ് ഇതുപോലെ ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ചട്ടികളാണ് കേട്ടോ നമ്മൾ മാറ്റി നടന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടായിട്ട് ഒരു 6 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പൂക്കളുടെ എണ്ണൊക്കെ വളരെയധികം കുറയും. ഒരു പൂവൊക്കെ ആയിട്ട് മാറും. നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് കൊല കുത്തി തന്നെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ചട്ടിയിലെ പോട്ടി മിശ്രം മാറ്റി നമുക്ക് നാടൻ വളങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും. ഈ ചട്ടി നമുക്ക് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് നടാം. നമുക്ക് ഇതിനായിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഹോളുകളുള്ള ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്കൊരു വെള്ളം പോകാനായിട്ട് നമുക്ക് 1-2 ഓടിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാണകപ്പൊടി കേട്ടോ. ചാണകപ്പൊടി ആണെങ്കിൽ സൂപ്പറായി നല്ലതുപോലെ പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടി വേണം. പൊടിക്കാത്ത ചാണകപ്പൊടി ഒരിക്കലും ഇടരുത്. പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് റോസ്. അപ്പോൾ അതുകൊണ്ട് ചാണകപ്പൊടി നല്ലതുപോലെ പൊടിച്ചിട്ട് നല്ല പഴക്കമുള്ള ചാണകപ്പൊടിയാണ് ഇതിനായിട്ട് വേണ്ടത്. ഈ മണ്ണിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. മണ്ണിൽ മിക്സ് ആയിട്ട് വേണം ചാണകപ്പൊടി ഇടാനായിട്ട്. മണ്ണ് ഡയറക്റ്റായിട്ട് നമ്മൾ ചാണകപ്പൊടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കരുത്. മണ്ണിൽ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമുക്ക് 1-2 പിടി നമുക്ക് ചകിരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നീർവാർച്ച അതുപോലെ തന്നെ വെള്ളമൊക്കെ പിടിക്കാനായിട്ട് ചകിരിച്ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മണ്ണാണ് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ, ഉള്ളിത്തോലാണ്. സബയുടെ തോല് ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കടകളിൽ നിന്നൊക്കെ ഇതുപോലെ നമുക്ക് വേസ്റ്റ് ഇഷ്ടം പോലെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പിടി മാത്രം മതി ഒരു ചട്ടിയിലേക്ക്. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. സവോളത്തിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ്. ഒരുപാട് പൊട്ടാഷ്യൻ്റെ അളവുള്ളതാണ് സവോളത്തൊലിയിൽ. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് വേണ്ടത്. ഒരു ചെറിയ വളരെ കുറച്ച് അളവിൽ മാത്രം കടലപ്പിണ്ണാക്ക് എടുത്തതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കടലപ്പിണ്ണാക്ക് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. നമുക്ക് നൈട്രജൻ്റെ ഒരുപാട് അളവുള്ളതാണ് ഈ കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നല്ലതാണ്. ചെടികളിൽ പെട്ടെന്ന് അതിൻ്റെ ശിഖരങ്ങൾ വരാനും പുതിയ പുതിയ തളിർപ്പുകൾ വരാനൊക്കെ ആയിട്ട് കടലപ്പിണ്ണാക്ക് വളരെയധികം സഹായിക്കും. ആ ഉള്ളിത്തൊലി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടാം. ഇനി നമുക്ക് ഈ റോസ് ഒന്ന് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് റോസ് നമ്മൾ മാറ്റുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അധികം വേരുകൾ ഇളകാത്ത വിധത്തിൽ വേണം മാറ്റാനായിട്ട്. അധികം വേരുകൾ പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ മണ്ണൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സൈഡിലേക്ക്. നല്ലതുപോലെ നീർവാർച്ച ഉണ്ടെങ്കിലാണ് കേട്ടോ നല്ലതുപോലെ റോസിന് കേടുവരാതിരിക്കുള്ളൂ. ഇനി ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ മഴക്കാലം വരുമ്പോൾ നല്ലതുപോലെ റോസിന് നീർവാർച്ച വേണം. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഈ മണ്ണിന് നല്ല ഇളക്കം ഉണ്ടാവണം. ഒരുപാട് കട്ട കുത്തിയിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ വേര് പെട്ടെന്ന് ഇറങ്ങി പോവില്ല. ഇനി നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഴത്തിൻ്റെ തൊലിയൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഇപ്പോൾ വളരെ കുറച്ചുള്ളതിൻ്റെ അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇതിനകത്തോട്ട് ഈ മണ്ണിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ളൊരു വളം ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കി നോക്കാം. ഇതിൻ്റെ സൈഡിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം.
ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൊടുക്കാവുന്ന വളം എന്ന് പറയുന്നത് നമ്മൾ പഴവും അതുപോലെ തന്നെ ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടൊരു വളം നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വളമാണ് നമ്മൾ ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത്. നല്ലതുപോലെ തന്നെ ഇത് പാകമായി വന്നിട്ടുണ്ട്. പുഴുക്കളൊന്നും ഇല്ലാതെ ശർക്കരയും പഴവും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു ഹോർമോൺ പോലെ തന്നെ അത് പ്രവർത്തിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റോസിനോ ഇത് ഒഴിച്ചു കൊടുക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പഴം കൊണ്ടുള്ള ഈ വളം ഉണ്ടാക്കുന്നത് തന്നെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കി നോക്കി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേണ്ടത് അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് അളവിൽ മാത്രം മതി. നമ്മളൊരു റോസിനെയാണ് നമ്മൾ എടുക്കണമെന്നുള്ളത് കൊണ്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മാത്രം മതി നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ നോക്കാം. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം നമ്മൾ എടുത്തിട്ടുള്ള പഴം വളം, ശർക്കരയും പഴവും കൂടിയിട്ടുള്ളത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പഴയ പഴം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കേടുവന്ന പഴമാണ് ഇതിനൊക്കെ വേണ്ടതോ. നല്ല ഫ്രഷ് പഴമായിട്ടൊന്നും ഇതിന് വേണ്ട. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഒരു വർഷത്തോളം അല്ലെങ്കിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡബ്ബകളിൽ ഇത് അടച്ച് സൂക്ഷിക്കാം. നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഏകദേശം ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മാത്രം നമ്മൾ ഇത്രയും മാത്രം മതി നമുക്ക് ഈ റോസിന് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആണല്ലേ, ഇതുപോലെ ഒരു ഗ്ലാസ് നമുക്ക് ഇതുപോലെ ഈ റോസിന് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ മാത്രം നിങ്ങളിത് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു സാധനമല്ല ഇത്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെട്ടി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഈ വളം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഇല താഴ്ത്തി നമുക്കിതൊന്ന് വെട്ടിക്കളയാം. പെട്ടെന്ന് തന്നെ ഇതിൽ പുതിയ തളിർപ്പുകൾ വരും. അപ്പോൾ ആ തളിർപ്പുകൾക്ക് ശക്തി കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ റോസ് നല്ലതുപോലെ ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല പിക്കപ്പായിട്ട് വരും. ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി കൊടുക്കുക. അതുപോലെ മഞ്ഞ നിറത്തിലുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയുമ്പോൾ നമ്മളിതിൻ്റെ ഈ ചട്ടിയിൽ തന്നെ വീഴാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പുറത്തേക്കൊന്ന് എടുത്ത് കളയേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്കിതൊന്ന് തണലിൽ വെക്കുകയാണ് വേണ്ടത്. നമുക്ക് ദിവസം നനച്ചു കൊടുക്കാം. ഒരു തണലത്ത് ഒരു 10 ദിവസത്തോളം വെച്ചതിന് ശേഷം മാത്രം നല്ല വെയിലത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ റോസിന് ഇതുപോലെ പൂക്കൾ ഉണ്ടായിട്ടുള്ള ഭാഗങ്ങളൊന്നും വെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ റോസിനും നമുക്ക് പൂക്കൾ ഉണ്ടായതിന് ശേഷം നമുക്ക് വെട്ടി കൊടുക്കാം. എന്നിട്ട് വെട്ടി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ പഴംവളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിൻ്റെ വലിയ തണ്ടുള്ള ഭാഗമൊക്കെ ഒന്ന് വെട്ടി മാറ്റണം. ഇത് നമുക്ക് പൂക്കൾ ഉണ്ടായതിന് ശേഷമുള്ള ഭാഗമാണ്. ഇത് നമുക്ക് ഇവിടെ വെച്ച് നമുക്കൊന്ന് വെട്ടിക്കളയാം. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പുതിയ തളിർപ്പുകൾ വരികയും ചെയ്യും. കൂടുതലായിട്ട് പൂമുട്ടുകൾ വരികയും ചെയ്യും. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ചട്ടി മാറ്റി നടുമ്പോൾ ഇതുപോലെയുള്ള വളങ്ങൾ, നമ്മുടെ പൊടിക്കൈയായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റോസിൽ നമ്മൾ നല്ല തളിർപ്പ് വരും. അതുപോലെ തന്നെ നമ്മൾ പുറത്തു നിന്നും വളം മേടിക്കാതെ തന്നെ നമുക്ക് നല്ല റോസിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അവർ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതുവരെ ഗുഡ് ബൈ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കൊലയിട്ടുണ്ടാവുന്നത്. അപ്പോൾ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കും.